ഒരു കുന്ന് വെട്ട് കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തു വച്ചേക്കണത്. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞങ്ങനെ എടുത്തു വയ്ക്കും. ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് പോകും. എല്ലാവർക്കും പേൾപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ എടുത്തിരിക്കുന്നത് ഞാൻ ഈ സീസണ് പറ്റിയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. സിൽക്ക് മെറ്റീരിയലൊന്നും ഞാൻ എടുക്കുന്നില്ല, അതൊക്കെ അതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ കളറിലെ തുണി ഞാൻ കഴുകിയിട്ട് ഭയങ്കരമായിട്ട് കളർ പോയി, അതുകൊണ്ട് ഞാനത് വെച്ചൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഈ ഇപ്പോൾ ചെയ്തിരിക്കുന്ന 3-4 ടോപ്പിൻ്റെ തുണികൾ വലിയ കുഴപ്പമില്ല, ഡാമേജൊന്നും പറ്റിയിട്ടില്ല, അതുപോലെ ഫെയ്ഡായിട്ടില്ല, കളറ് പോകുന്നുമില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഈ സീസണ് നല്ലതല്ലേ, കോട്ടൺ ആകുമ്പം ഇട്ടോളും, നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രോപ്പ് ടോപ്പ് പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഷുവറായിട്ടും അവരിട്ടോളും, നമ്മൾ ഇട് എന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. എനിക്കെന്തായാലും ഈ തുണികളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചെയ്യുവാണെങ്കിൽ തുണി കുറയുകയും ചെയ്യും, നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, എനിക്കൊന്നൊരു 5-8 വർഷമൊക്കെ മുമ്പ് അടുത്തുള്ള ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്തുനിന്ന് ചെറിയ ചെറിയ പീസസൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. തലയിണ നിറക്കാനും അതുപോലെ കുഷ്യൻ ഉണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഈസി ആയിരുന്നു. അതുപോലെ തയ്യൽ സ്കൂളിൽ പോകുന്നവർ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ആർട്ട് വർക്കുകൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു, ഫ്ലവർ ഉണ്ടാക്കാനും ബോയ് ഉണ്ടാക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തെ പീസസൊക്കെ അങ്ങനെ ഒഴിവായി കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ആരും കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇപ്പം ഞാൻ കത്തിച്ച് കളയാറാണ് പതിവ്. പിന്നെ ഇങ്ങനത്തെ ഒരുവിധം വലിയ കഷ്ണങ്ങൾ മാത്രമേ ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറുള്ളൂ. പിന്നെ ചില കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ, അവർ കൊണ്ടുവന്ന് തരുമ്പോൾ തന്നെ പറയും ബാക്കി കഷ്ണം ഉണ്ടെങ്കിൽ തന്നേക്കിട്ടാന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കഷ്ണം കൊണ്ട് അവരുടെ ഡ്രസ്സിൻ്റെ ബാക്കി കൊണ്ട് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടന്നാലോ എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും ഉണ്ട് കേട്ടോ. പറയുമ്പം നിങ്ങളങ്ങനെ ചെയ്തു എന്ന് പറയൂല കേട്ടോ, അവിടെ കൊടുത്തിട്ട് അവരങ്ങനെ ചെയ്തെന്ന് പറയും. അല്ലെങ്കിൽ ആ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ കണ്ട് ആ ചേച്ചിയുടെ കൊച്ചിട്ടുണ്ട് കിടക്കണമെന്ന് പറയും. അപ്പോൾ എന്തായാലും നമുക്കും കൂടി ഉള്ളതാണല്ലോ ആ പറയണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ മെറ്റീരിയൽ തിരിച്ചു കൊടുക്കും. ചിലരത് വീട്ടിൽ കൊണ്ടുപോയി വെറുതെ വയ്ക്കുള്ളൂ, ഉപയോഗിക്കുകയൊന്നുമില്ല, പിന്നെ ഒരു കുശുമ്പ്. അതേസമയം ചിലരുണ്ട് അങ്ങോട്ട് നിർബന്ധിച്ച് കൊടുത്താൽ പോലും വാങ്ങിക്കാതെ പോകും. എന്തിനാണിപ്പോൾ അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് താൻ എന്തെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞ് വെച്ചിട്ടോ. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയ പിന്നെ. ഇപ്പം തയ്ച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ വെച്ച് കുറച്ച് അതിന് വീതി കുറവായിരുന്നേ, നീളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും കുറച്ച് ഫാഷനായിട്ടൊക്കെ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കണത്. ഇപ്പോൾ ഫ്രണ്ടിൽ നെക്കിൻ്റെ അടിയിലായിട്ട് ഒരു പീസ് കൊടുത്ത് ഒരു ബ്ലാക്ക് ലേസ് ഉണ്ടായിരുന്നു, ബോളുള്ള ആ ലേസ് പിടിപ്പിച്ച്, അപ്പോൾ അതൊരു മോഡലായി കിട്ടിയല്ല. ബാക്ക് പീസിന് ഞാൻ ജോയിൻ ചെയ്തത് ആം ഹോളിൻ്റെ അടിയിൽ സൈഡ് ജോയിൻ ചെയ്യണ ആ ഭാഗത്താണ് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത്, അപ്പോൾ അതറിയില്ല. അതുപോലെ സ്കേർട്ട് പീസ് ഇങ്ങനെ ചുരുക്കിയിട്ടിട്ടാണ് വെച്ചേക്കണത്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് ആ ലേസ് ആം ഹോളിലും താഴെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നീളം കുറഞ്ഞ തുണിയായതുകൊണ്ട് ഞാൻ ഭയങ്കര നേരിയതായിട്ടാണ് ഞാൻ അടിയൊക്കെ മടക്കി തയ്ച്ചത്. ലെങ്ത്ത് കുറവായിരുന്നു, 16 ഇഞ്ചെങ്കിലും വേണം, എന്നാലേ അവൾക്ക് ക്രോപ്പ് ടോപ്പിന് കറക്റ്റ് നീളം ആകുള്ളൂ. അതല്ല, ഇത് 14 ഉണ്ടായിരുന്നില്ല, 16 ഉണ്ടായിരുന്നില്ല, ഒരു 15 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ആ ലേസും കൂടെ പിടിപ്പിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല. ജീൻസ് കുറച്ച് കയറ്റിയിട്ടിട്ടാണ് ഇടണത് സാധാരണ, അപ്പോൾ അങ്ങനെ ഇടുമ്പോഴേക്കും വലിയ വൃത്തികേടില്ല. ഏതായാലും നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളും കൂടി പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ തയ്യൽ പഠിച്ചത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് കേട്ടോ. അമ്മച്ചി പണ്ട് തയ്ക്കുമായിരുന്നു, വീട്ടിൽ മെഷീൻ ഇല്ലായിരുന്നു, എന്നാലും അമ്മച്ചി കൈ കൊണ്ടൊക്കെ തയ്ച്ച് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് തരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് കൈത്തയ്യലിലെ ഡ്രസ്സ് കുറേ ഇട്ട് നടന്നിട്ടുണ്ട്. കല്യാണത്തിന് വരെ പോയിട്ടുണ്ട്. അമ്മച്ചി വെട്ടി വീട്ടിലിരുന്ന് കൈ കൊണ്ട് തയ്ച്ചിട്ട്
ചിലപ്പോൾ അടുത്ത വീട്ടിൽ കൊണ്ടുപോയി മെഷീനിൽ അടിച്ചെടുക്കും, ചിലപ്പോൾ അടിച്ചെടുക്കില്ല. നല്ല ബാക്ക് സ്റ്റിച്ചൊക്കെ ഇട്ട് നല്ല ഉറപ്പിലാണ് കേട്ടോ ചെയ്യണത്. പെട്ടെന്ന് കൈ കൊണ്ട് തയ്ച്ചാണെന്ന് എഴുതിയിട്ട് പെട്ടെന്ന് വിട്ടുപോകുമെന്നൊന്നും വിചാരിക്കേണ്ട, നല്ല ഉറപ്പിലായിരിക്കും തയ്ക്കണത്. അമ്മച്ചി ചെയ്യണത് കണ്ട് എനിക്കങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതാണ് കേട്ടോ. അപ്പോൾ തയ്യൽ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ ഭയങ്കര എതിർപ്പായിരുന്നു. എനിക്ക് പണ്ട് നെഞ്ചുവേദന വരുമായിരുന്നേ. ശ്വാസം മുട്ടലൊന്നുമില്ല, അപ്പോൾ നെഞ്ചുവേദന വരണമുണ്ട്, ശ്വാസം മുട്ടൽ വരും, ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തയ്ക്കാൻ പഠിക്കേണ്ട എന്നുള്ള നിർബന്ധത്തിലായിരുന്നു. എന്ന് വെച്ചാൽ പണ്ട് മോട്ടറില്ല, ഈ ചവിട്ടി തയ്ക്കലാണ്, സാധാരണ മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തയ്യൽ പഠിക്കേണ്ട എന്നുള്ള നിർബന്ധത്തിലായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ തയ്യൽ പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധം. അവസാനം അപ്പച്ചൻ തോറ്റ് എന്നെ കൊണ്ട് ചേർത്തിട്ടാണ്. അപ്പോൾ ഞാൻ KGT കോഴ്സാണ് ചെയ്തത്. ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിക്കണ പോലെ പണ്ട് കാലത്ത് ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിക്കുമല്ലോ, ഇപ്പോൾ അങ്ങനെ ആരും പഠിക്കാറില്ല. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണ പോലെ തന്നെ ലോവറും ഹയറും ഉള്ള ഒരു കോഴ്സാണത്. അപ്പോൾ ആ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളുകളിൽ ടീച്ചറായിട്ട്, പണ്ട് തയ്യൽ ഒരു സബ്ജക്റ്റ് പോലെ തയ്യൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ ഒരു തയ്യൽ ടീച്ചറായിട്ട് സ്കൂളിൽ ജോലി കിട്ടും എന്നുള്ള ഒരു പ്രലോഭനം കൊണ്ടാണ് ഞാനത് പഠിക്കാനായിട്ട് മുതിർന്നത് കേട്ടോ, കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചത്. പക്ഷേ എൻ്റെ തലവര കുറച്ച് വളഞ്ഞു പോയതുകൊണ്ട് ഞാൻ പഠിച്ച് 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ആക്കണ ആ വർഷം സ്കൂളുകളിൽ തയ്യൽ ടീച്ചറിൻ്റെ പോസ്റ്റ് എടുത്ത് മാറ്റിക്കളഞ്ഞു. എങ്ങനെയുണ്ട്? പിന്നെ എൻ്റെ ടീച്ചർമാർ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. തയ്യൽ പഠിച്ചത് നല്ല ടോപ്പിൽ, ആ വർഷത്തെ ടോപ്പറായിട്ട് പാസ് ഔട്ട് ആയതുകൊണ്ട് അവർ തന്നെ ജോലി നേടാനൊക്കെ എന്നെ സഹായിച്ച്, അവരുടെ ഒപ്പം പഠിച്ച, അതായത് ടീച്ചർമാരുടെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ഇതുപോലെ KGT കോഴ്സ് നടത്തുന്ന ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് തന്നെ എനിക്ക് ജോലി വാങ്ങിച്ചു തന്ന്, അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ ടീച്ചറായിട്ടൊക്കെ ജോലി ചെയ്ത്. പിന്നീട് എനിക്ക് ടീച്ചർ പണി മതിയായി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഷോപ്പിട്ട്, അങ്ങനെ നമുക്ക് ഷോപ്പിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലും കുറച്ചും കൂടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഷോപ്പൊക്കെ ഉണ്ടായിരുന്നതല്ലേ നല്ല ഒരു എന്താ പറയുക, ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, നല്ല സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന്. ഒരു ചുക്കും നടന്നില്ല. അപ്പോഴും എൻ്റെ തലവര വളഞ്ഞ് തന്നെ ഇരിക്കണമായിരുന്നു. അതുകൊണ്ട് എന്താ, ഞാൻ എടുത്ത ഷോപ്പ് സീലിങ് കംപ്ലൈൻറ്റ് വന്ന്, മഴ വന്നപ്പോൾ ചോർച്ച വന്ന്, എനിക്ക് ഷോപ്പ് സാവധാനം എൻ്റെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ധൈര്യമായിട്ട് ഷിഫ്റ്റ് ചെയ്തോ, ഞങ്ങൾ വന്നോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ വേറെ ഷോപ്പ് നോക്കുകയേ ചെയ്യുള്ളായിരുന്നു. വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ്, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷത്തോളം കടയിൽ പോയിരുന്ന പോലെ തന്നെ എല്ലാവരും വന്നും പോയിക്കൊണ്ടിരുന്നു. പക്ഷെ വീട്ടിലോട്ട് മാറ്റിക്കഴിഞ്ഞ് ഈ 1.5 വർഷം കഴിഞ്ഞപ്പം എൻ്റെ ആ ഒരു ഇതിലും ഒരു റുട്ടീനൊക്കെ ഒന്ന് ചേഞ്ചായി. നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ, നമുക്ക് സൗകര്യമുള്ള പോലെ ചെയ്യാമെന്നുള്ള ഒരു ഇതൊക്കെ വന്ന്, ആദ്യം വീട്ടുപണി തീർക്കുക, പിന്നെ നമ്മുടെ തയ്യൽ പണിയിലോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും തയ്ച്ചു കൊടുക്കുന്നതിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വർക്ക് അവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ പോകൂല. ഏത് ജോലിക്കും പങ്ക്ച്വാലിറ്റി മസ്റ്റാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇതാവുമ്പം നമ്മളെ വിശ്വസിച്ച് ഒരു ദിവസത്തെ ഡേറ്റ് വിട്ട് ഇന്ന ഡേറ്റിൽ തരണം, എനിക്ക് ഇന്ന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു ഡ്രസ്സ് കൊണ്ടുവന്ന് തരുമ്പം അയാൾ ഉറപ്പായിട്ടും നമ്മളത് കൊടുക്കും തന്നെയല്ലേ വിശ്വസിക്കണത്. നമുക്കത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു അസുഖമോ അപകടമോ മറ്റെന്തെങ്കിലും ഇങ്ങനെ അതുപോലെയുള്ള അത്യാഹിതമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടാണ് ഡിലേ വന്നതെങ്കിൽ അവർ ക്ഷമിക്കും, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയും. അതല്ല, നമ്മുടെ അലസത കൊണ്ടാണ് അങ്ങനെ വരണമെങ്കിൽ ആദ്യമൊക്കെ അവർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മളോട് പെരുമാറിക്കൊണ്ട് പോകും. പക്ഷെ പിന്നീട് അവർ സാവധാനം വേറെ ആളെ നോക്കും. ഈ തയ്യലെന്ന് പറഞ്ഞൊരു കാര്യം ഒരാൾക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഡ്രസ്സ് തയ്ച്ച് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെയേ പോകുള്ളൂ. പക്ഷേ അവിടെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അവരാ ടൈമും കൂടി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അല്ല, ഇപ്പോൾ ഡിലേ വരുത്തണമെങ്കിൽ അവർ വേറെ ആളെ നോക്കും. രണ്ടാമത് ചെല്ലുന്ന സ്ഥലം അവർക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്, അവരുടെ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ പിന്നെ അവർ നമ്മളുടെ അടുത്തോട്ട് തിരിച്ചു വരില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടു.
നമ്മുടെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് പിന്നെ തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നഷ്ടം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നേട്ടവും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു അങ്ങനെയൊക്കെ അങ്ങ് പോവാം എന്നുള്ള രീതിയിലായി പിന്നെ എൻ്റെ വർക്കും കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നു വെച്ചത്. കല്യാണം കഴിഞ്ഞ് വന്ന അവിടെയാണെങ്കിലും അവർക്കും വീട്ടിലിരുത്തി തയ്പ്പിക്കണം എന്നായിരുന്നു. അല്ലാതെ പുറത്ത് ഒരു ഷോപ്പ് എടുത്ത് കൊടുക്കണം എന്നോ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഇടണം എന്നോ അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. വീട്ടിലിരുന്ന് തയ്ച്ചാൽ പോരെ നിനക്ക്. അപ്പം ഞാൻ ഷോപ്പ് ഇടുന്ന കാര്യം പറഞ്ഞാലും എന്നോട് അങ്ങനെ ചോദിക്കുകയുള്ളൂ, നിനക്ക് വീട്ടിലിരുന്ന് തയ്ച്ചാൽ പോരെ. പക്ഷെ നമ്മൾ കല്യാണം കഴിച്ച് ചെല്ലുന്ന സ്ഥലം എന്ന് പറയുമ്പോഴേക്കും നമ്മളധികം ആർക്കും പരിചയമില്ല. നമ്മളവിടെ പരിചയപ്പെട്ട് വരാൻ ഒരുപാട് സമയം എടുക്കും. നമ്മുടെ സ്വഭാവം, നമ്മുടെ ഒരു രീതികൾ എല്ലാം ആ നാട്ടുകാർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു താളവും നമ്മുടെ ആ ഒരു സ്പീഡും ഒക്കെ കുറഞ്ഞു പോകും. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ദിവസം, 3-4 ദിവസമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ചധികം നാൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും. ചെയ്താൽ ശരിയാകോ, അല്ലെങ്കിൽ ഞാനത് മറന്നു പോയിട്ടുണ്ടാകോ, ഇങ്ങനെ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത, അനാവശ്യമായിട്ടുള്ള ചിന്ത, അതുവരെ നമുക്കില്ലാതിരുന്ന ഒരു ചിന്ത അപ്പം ഉണ്ടാവും. അതാണ് എൻ്റെ അനുഭവം. സംശയിച്ച് നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. അത് നമുക്കത് കംപ്ലീറ്റ് ആക്കുമ്പോഴും നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ നമ്മളതെങ്ങനെ മറ്റുള്ളവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊടുക്കും. എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എൻ്റെ വർക്കിനെ വല്ലാതെ ബാധിച്ചിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൗസ് ചെയ്യുമ്പോൾ അയ്യോ ഇതിങ്ങനെ തന്നെ ആയിരുന്നോ, ഈ ടക്കിന് ഇത്രയും ഇത് മതിയായിരുന്നോ, ഇത് ഇത്രയും പിടിച്ചാൽ മതിയായിരുന്നോ, അല്ലെങ്കിൽ എന്താ പറയണ ആം ഹോള് വെട്ടാൻ നേരത്ത് അയ്യോ ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നോ, ഷേപ്പ് കറക്റ്റായോ, ഇങ്ങനെയുള്ള ഒരു 100 സംശയങ്ങളും ഒരു എന്താ പറയണ ഒരു ഉറപ്പില്ലായ്മയും എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഈ പ്രകൃതം കാണുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. എൻ്റെ മോളും അതുപോലെ തന്നെ, അവൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടറിവുള്ളൂവെങ്കിലും അവളും എന്നോട് പറയുമായിരുന്നു, അമ്മ എന്തോരം ചെയ്തുകൊണ്ടിരുന്ന വെച്ചാണ് അമ്മ എനിക്ക് എന്തോരം ഉടുപ്പൊക്കെ ചെയ്ത് തന്നേക്കണേന്നു അമ്മ. അതുപോലെ സീമ പറയും, തനിക്ക് എന്താണ്, താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണത്, താൻ എന്തോരം ഫാഷനബിളായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഡ്രസ്സ് മറ്റുള്ളവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് നല്ല രീതിയിൽ മോഡേൺ ആയിട്ടൊക്കെ താൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചല്ലേ, പിന്നെ താൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കണത്, തനിക്കിപ്പോഴും പറ്റണ കാര്യമല്ലേ, താൻ ചെയ്ത് നോക്ക്, പറ്റൂല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും പറ്റൂല, ചെയ്ത് നോക്ക്. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ ആളുണ്ടെങ്കിലേ നമുക്ക് ആ വീണെടുത്തുനിന്ന് ഉയർത്തെഴുന്നേക്കാൻ പറ്റുള്ളൂ. ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. കാരണം ഈ കാണുന്നവരിൽ ആർക്കെങ്കിലും എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു മേഖല ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്നൊരു പാഠം കിട്ടാതിരിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇടയ്ക്ക് വെച്ച് നിർത്താതെ തളർന്നു പോകാതെ പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ ഏതു മലയും നമുക്ക് കീഴടക്കാൻ പറ്റുള്ളൂ. ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അംബ്രല മെഷീനും പിന്നെ ഒരു ലോക്ക് മെഷീനും പിന്നെ ഒരു സാദാ മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ, ഉഷയുടെ സാദാ മെഷീൻ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് സിംഗറിൻ്റെ ഒരു ഫാഷൻ മേക്കറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു ഇലക്ട്രിക് മെഷീൻ ഇതിൽ ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു പവർ മെഷീൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 വർഷമായി ഞാൻ ജാക്ക് എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ചെറിയ ചില പ്രോഗ്രസ്സുകളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിലും നമുക്കതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ വീണ്ടും ഷോപ്പ് ഇടാനുള്ള ശ്രമത്തിലാണ്, ഷോപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബൊട്ടീക്ക് പോലെയൊക്കെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.